എന്ത് രസമുണ്ട്! ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറയുന്നത്. പക്ഷെ സംഗതി ഭയങ്കര അബദ്ധ. ഇന്നത്തെ സഹോദരിമാരുടെ കഥ ഇതെന്താ വെച്ചാൽ, ഇത് പറയണത് ആരോടെങ്കിലും ഉള്ള വെറുപ്പുണ്ടല്ലോ കേട്ടോ. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ഭാര്യയും എൻ്റെ മകളും ഒക്കെയാണ്. ഏതെങ്കിലും ഒരുത്തൻ്റെ കെട്ടിയോളോ ഏതെങ്കിലും ഒരുത്തൻ്റെ മോളോ ഒന്നുമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മകളുമാണ്. അപ്പം നിങ്ങളൊന്നും കരുതരുത്, പ്രത്യേകിച്ച് സഹോദരിമാരൊന്നും കരുതരുത്. ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഭർത്താവിനോട് ചിരിക്കാൻ ഭാര്യയ്ക്ക് എന്തില്ല, സമയമല്ല. ഭാര്യൊക്കെ ചിരിക്കലും കൊഞ്ചലും കുഴയലും ഒക്കെയാണ്. അതാണല്ലോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് സംസ്കാരം. എങ്ങനെയെന്ന് എന്തിനാ നീ അവരോട് ചിരിച്ചതെന്ന് ചോദിച്ചാൽ എന്താ, ഞാൻ ചിരിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു അൺകൾച്ചേർഡ് ആണെന്ന് കരുതൂലേ. അങ്ങനെ നീ ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ലെങ്കിൽ അൺകൾച്ചേർഡ് എന്നാ കരുതട്ടെ. അവൻ നമ്മുടെ കൾച്ചർ അതല്ല, അതുകൊണ്ട് പറ്റൂല, അതുകൊണ്ട് ചിരിച്ചൂടാ. അതല്ല. എന്നാലോ സ്വന്തം ഭർത്താവ് കയറി വരുമ്പോ ഭയങ്കരമായി ബുദ്ധിമുട്ടും പ്രയാസം പിടിച്ചായിരിക്കും ഇയാൾ കയറി വരുമ്പോ നമ്മളെ മറ്റേ പാട്ടുണ്ടല്ലോ, പാട്ട് നമ്മുടെ പാടുന്നത് ശരിയല്ല. പക്ഷെ അതിൻ്റെ നേരെ വിരുദ്ധമായ അവസ്ഥ എന്തൊക്കെയോ ഉണ്ടാവും. വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, വീടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ. ആ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനാണ് തഖ്വ. അതിനല്ലേ തഖ്വ എന്ന് പറഞ്ഞ സാധനം. പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ അല്ലാഹു തആല നൽകിയ ഏറ്റവും നല്ല മാനേജ്മെന്റ് സ്റ്റഡിയാണെന്ത്, തഖ്വ എന്ന് പറയുന്നത്. ഇതിങ്ങനെ വലിയൊരു ക്രൈസിസ് ഒന്നും അല്ലല്ലോ ഇത്. ഈ ഒരു ചെറിയ വട്ടത്തിനുള്ളിലുള്ള ക്രൈസിസ് അല്ലേ. അത് പരിഹരിക്കാൻ ഒരു ചിരി മതി, ഒരു നല്ല വാക്ക് മതി, ഒരു ചുംബനം മതി. എത്ര അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം, തീർന്നില്ലേ? ഉരുകി ഇല്ലാതാവും. ഇത് നൽകാൻ ആർക്കാ ബാധ്യത? സഹോദരിമാർക്കാണ്. എങ്ങനെ ബാധ്യത? അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അവർക്ക് സാധിക്കാൻ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് കേൾക്കണോ? ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ചിരിക്കാൻ സാധിക്കാത്ത, പുഞ്ചിരിക്കാൻ സാധിക്കാത്ത, സൗന്ദര്യം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത, എന്തെങ്കിലും ഒരു സന്ദർഭങ്ങളിലല്ലാതെ നല്ല വാക്കുകൾ പറയാൻ സാധിക്കാത്ത സഹോദരിമാരുടെ പട്ടിക ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കണോ? യഥാർത്ഥത്തിൽ ഈ ചിരിയുടെയും ഈ സന്തോഷത്തിൻ്റെയും ഒക്കെ ഒന്നാമത്തെ ഉപകാരം ആർക്കാ? പെണ്ണിന് തന്നെയാണ്. പക്ഷെ അത് പെണ്ണുങ്ങൾ ആലോചിക്കൂല. ആദ്യം ഞാൻ അങ്ങനെ മൂപ്പരോട് ചിരിച്ച് നന്നാണ്ടാന്നാ, ഇങ്ങോട്ട് വരട്ടെ, മനസ്സിലായി, ഇങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുക, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കൂല എന്നാ, മൂപ്പർ ഇങ്ങോട്ട് തിരിയോ നോക്കട്ടെ എന്നാ. സത്യത്തിൽ സഹോദരിമാരെ ചിന്തിച്ചു നോക്കൂ. ഇതിൻ്റെ ഒന്നാമത്തെ ഉപകാരം ആർക്കാ? ഈ ജീവിതം ഇങ്ങനെ ഈ കടുപ്പം പിടിച്ച ഒരു ടഗ്ഗില് പോയാലുണ്ടാകുന്ന ദുരവസ്ഥ ആരാണ് അനുഭവിക്കേണ്ടത്? പുരുഷനോ? മൂപ്പരങ്ങോട്ട് ഇറങ്ങിപ്പോടുന്നു. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, ഇസ്നാനി ലാ തുജാവിസു സ്വലാത്തഹുമാ റൂസഹുമാ. രണ്ട് വിഭാഗം ആളുകൾ അവരുടെ നമസ്കാരം അവരുടെ തലന്റെ മുകളിലേക്ക് കയറൂല എന്ന് വെച്ചാൽ അള്ളാഹുലേക്ക് എത്തൂല, അള്ളാഹുലേക്ക് കയറൂല. ആരാ? ഒന്ന്, അബ്ദുൻ ആബിഖുൻ മിൻ മവാലിഹി ഹത്താ യർജിഅ ഇലൈഹിം. ഒരു യജമാനന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയ അടിമ അവൻ തിരിച്ചു വരുന്നത് വരെ. ഇപ്പം ഇല്ലാത്തതാണ്, അന്നത്തെ വിഷയം പറഞ്ഞതാ. രണ്ട്, വംറഅത്തുൻ ആസത് സൗജഹാ ഹത്താ തർജിഅ. ഭർത്താവിനോട് വിമുഖത കാണിച്ച സ്ത്രീ അവൾ മടങ്ങി വരുന്നത് വരെ. ഗൗരവമാണ് വിഷയം. നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുക പെണ്ണ്? മുസ്ലിമായ പെണ്ണ് എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങും? ഒരു ദിവസം പറ്റുമോ തെറ്റിക്കാൻ? എന്നിട്ടാണല്ലോ കുടുംബകലഹം അങ്ങനെ സംഭവം തന്നെ നമുക്ക് പാടില്ല. കുടുംബ കോടതി എന്ന് പറഞ്ഞൊന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഏറ്റവും കൂടുതൽ കുടുംബ കോടതിയിലെ കേസുകൾ ഞാൻ പറയണ്ടല്ലോ ഏത് സമുദായത്തിൻ്റെ ആണ്. ഏറ്റവും കൂടുതൽ കേസുകൾ ആലോചിച്ച് നോക്കൂ, നാണക്കേടാ. ഏത് ഇത് മനസ്സിലാക്കേണ്ടത് അതാണ്. അല്ലാഹു തആല പറയുന്നത് നിസ്കാരം തലന്റെ മുകളിൽ നിന്ന് പോകില്ലെന്നാ. തലന്റെ മുകളിൽ നിന്ന് ഉയരൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇബാദത്തിലെ ഒന്നാമത്തെ ഇബാദത്തായ നമസ്കാരം ഉയർത്തപ്പെടുകയില്ല. ഗൗരവമുള്ളതല്ലേ വിഷയം? എന്റെ നിസ്കാരം സ്വീകരിക്കാതെ പോകുമോ എന്ന ഭയം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ? സഹോദരിമാർക്ക് വേണ്ടേ? അതുണ്ടാകണം. അപ്പോൾ മാത്രമേ സഹോദരിമാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവുള്ളൂ. ഈ മനുഷ്യന്മാരുടെ ഒരു ധാരണ ഉണ്ട്, എന്താ അറിയോ? ഈ ഭൗതിക ജീവിതത്തിലെ സുഖലോലുപതയാണ് ജീവിതത്തിൽ സൗഖ്യമുണ്ടാക്കുന്നത് എന്നാ. അല്ല,
വെറുതെ പറയാ. ഈ നല്ല വീടും നല്ല സൗകര്യവും നല്ല വാഹനവും നല്ല ഭക്ഷണവും നല്ല 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 ഇതൊന്നുമില്ലാത്ത ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കാണിച്ചിട്ട് എൻ്റെ കൂടെ വരി. അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ. എന്തൊരു സുഖത്തിലാണ് അവർ ജീവിക്കണവർ, എന്തോ ഒരു സന്തോഷത്തോടു കൂടിയാ. നമ്മൾ ഈ പറയുന്ന ഒരു സുഖവും അവരുടെ ഡിക്ഷണറിയിലേ അല്ല, ആ സംഭവം തന്നെ അല്ല. എന്നാലോ എന്തൊരു ഒത്തൊരുമയാണ്, എന്ത് സന്തോഷമാണ്. ഭാര്യയും ഭർത്താവും ആണും പെണ്ണും വൈകുന്നേരം വരെ അധ്വാനിക്കുക, എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക വൈകുന്നേരം. ആ കിട്ടിയത് വെച്ച് തിളപ്പിച്ച് കുടിച്ച് സുഖമായ ഒരു പായൽ കിടന്നുറങ്ങുക, ഒരു പ്രശ്നമില്ല. നമ്മളോ നമുക്ക് പടച്ചോനെ നമ്മളെ ലിസ്റ്റ് ഇങ്ങനെ കണ്ടാൽ അല്ലേ, ഇപ്പം ലിസ്റ്റും ഇല്ല. അപ്പം ഇങ്ങനെ ട്രോളി ആയിട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ റാക്കുകളുടെ അടിയിലൂടെ ഇങ്ങനെ നടക്കല്ലേ, ലിസ്റ്റും ഇല്ലല്ലോ. ഇപ്പം മുമ്പ് ലിസ്റ്റ് ഉണ്ടാക്കിയത് വാങ്ങിയാൽ മതി, ഇപ്പോഴോ ഇപ്പം അങ്ങനെയല്ല. മനുഷ്യൻ പോയ പോക്കേ. മുസ്ലിമീങ്ങളെ നമ്മൾ വിചാരിക്കേണ്ട കരുതേണ്ട ഒരുപാട്, ഇതൊക്കെ അള്ളാഹു താല എത്ര മുമ്പ് നമുക്ക് പറഞ്ഞു തന്നു എന്നറിയോ. ഈ രൂപത്തിലുള്ള ഒരു ഉപഭോഗ സംസ്കാരം സമൂഹത്തെ നശിപ്പിക്കും, കുടുംബജീവിതം നശിപ്പിക്കും. അതാണ് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. എത്ര കാലം ഈ പെരുമയുമായി നിങ്ങൾ നടക്കും? ഹത്താ സുർതുമുൽ മഖാബിർ അല്ലേ, ഖബറിലേക്ക് തലകുത്തുന്നത് വരെയല്ലേ സാധിക്കുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ മനസ്സിലാക്കണം, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ രൂപത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഒരവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ ജീവിതത്തിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ചെറിയ സ്വാരസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മരുമക്കത്തായമില്ലാത്ത നാടുകൾ, പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വീടുകൾ, ആ വീടുകളിലെ ഭയങ്കര ഒരു പ്രശ്നമാണ് ഭർത്താവിൻ്റെ ഉമ്മയുമായോ ഉപ്പയുമായോ ബന്ധുക്കളുമായോ ഇഴകിച്ചേരാൻ ഈ സഹോദരിക്ക് സാധിക്കാതെ വരിക എന്നത് ഒരു വല്ലാത്ത പ്രശ്നമാണ്. അല്ല, അതിന് പേര് വേറെ പലതുണ്ടല്ലോ, ഞാൻ ആ പേരൊന്നും ഇവിടെ പറയുന്ന ഒരു സുഖമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് പോരുകളുണ്ടല്ലോ. യഥാർത്ഥത്തിൽ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല. നമ്മൾ ആരായിരിക്കണം? നാം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പോരുകളും അവസാനിപ്പിക്കേണ്ടവരാണ് ആര്? മുസ്ലിമീങ്ങൾ. പോര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിലേ അല്ലല്ലോ. നമ്മളെക്കുറിച്ച് എന്താ പറയണത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അടുത്ത വാചകം എന്താ? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. നാഥ, വിശ്വസിച്ച ആരോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു പകയും ഉണ്ടാകരുതേ. എന്നിട്ട് പിന്നെ എങ്ങനെ നമുക്ക് അമ്മായിമ്മ പോരും നാത്തും പോരും ഒക്കെ പാടുണ്ടോ? ഇനി അങ്ങനെ നമ്മളോട് ആർക്കെങ്കിലും പോര് തോന്നിയാൽ തന്നെ പറ്റുമോ? പറ്റൂല, അത് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അഅ്ലമു ഹഖ്ഖൻ അലൽ മർഅ. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് നബിയേ? ഖാല സൗജുഹാ, അവളുടെ ഭർത്താവിനോടാണ്. ഭർത്താവിനോടാണെന്ന് പറഞ്ഞു കൊടുത്ത് മുഫസ്സിറുകൾ വിശദീകരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഭർത്താവിനോടെന്ന് പറഞ്ഞാൽ ഭർത്താവിനോട്, അവരുടെ ഉപ്പയോട്, ഉമ്മയോട്, കുടുംബങ്ങളോടൊക്കെയാണ്. ഖാലത്ത് ഫഅയ്യുന്നാസി അഅ്ലമു ഹഖ്ഖൻ അലർ റജുൽ. ഒരു പെണ്ണിന് അങ്ങനെയാണ്. ഒരാണിന് ആരോടാ ഏറ്റവും കൂടുതൽ ബാധ്യത? ആരോടാ? ഒരു സ്ത്രീക്കാണെങ്കിൽ സ്ത്രീയുടെ ആരോടാ? ഭർത്താവിനോടാണ്. ഇതൊരു ചെറിയ ഫിലോസഫി അല്ലോട്ട്. ഇത് ശരിക്കും ജീവിതത്തിലേക്ക് വന്നാൽ മനസ്സിലാവും. ഒരാണിനാണെങ്കിലോ ഖാല ഉമ്മുഹു, ഉമ്മാനോടാണെന്ത് ഏറ്റവും കൂടുതൽ ബാധ്യത, ആരോടല്ല. ഇതിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങൾ പോയിട്ട് ഭാര്യ പറഞ്ഞതിന് ശരിയല്ല എന്ന് പറയണം എന്നല്ല. അതിൽ നിന്ന് പഠിക്കേണ്ട ഗൗരവമുള്ള വിഷയം എന്താണെന്നറിയോ? എന്താ? ഏത് ഭാര്യമാരും ഏത് സഹോദരിമാരും മനസ്സിലാക്കണം, ഒരിക്കൽ പോലും തൻ്റെ ഉമ്മയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമോ സ്വഭാവമോ സംസ്കാരമോ ഒരു പുരുഷന് പറ്റൂല. കാരണം നൊന്ത് പ്രസവിച്ച പെണ്ണെന്താണ്? പെണ്ണെന്നെയാണ്. അത് ആണിന് വേറെയും പെണ്ണിന് വേറെയും അങ്ങനെയാണ്. അള്ളാഹു ആ പെണ്ണിനെ സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാ? ആണിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെ അത് പഠിപ്പിച്ചത്, ആ രൂപത്തിൽ തന്നെ അത് പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കുക, അതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ഈ മാതിരി പോരുകൾ. എപ്പോഴും ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സ്ത്രീ മനസ്സിലാക്കേണ്ടത്, അവിടെയുള്ള എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയാണ്, ഭർത്താവിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയാണ്. അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ്, സ്വഭാവമാണ് വേണ്ടത്. ഉമ്മ ഉപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ്. മറ്റേ പേര് നമ്മൾ ഇട്ടതാണ്, ഇസ്ലാമിലെ ഇല്ല.
ഇസ്ലാമിൽ ഉമ്മയും ഉപ്പയേ ഉള്ളൂ. ഉമ്മ അബ് എന്നൊക്കെ ഉള്ളൂ, വാലിദ് വാലിദ എന്നൊക്കെ ഉള്ളൂ. മറ്റേ നമ്മളിട്ട പേരാ, അതുണ്ടാകാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഒരു രീതിയായിരിക്കണം സഹോദരിമാരെ നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ, വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി. അപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, പുറത്തു പോകണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം. എന്തുകൊണ്ട് വേണം? പുറത്ത് എന്ന് വെച്ചാൽ അത് ആ വെറും പുറത്ത് എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവളെ തടയരുത് എന്നാ. നമ്മളതിന്ന് ഒന്ന് മനസ്സിലാക്കി, അതെന്താ? പള്ളിയിൽ പോകാൻ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? തടയാൻ പാടില്ല, അല്ലേ? എന്നാൽ ഇനി വേറെ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ മനസ്സിലാക്കിയ ഒരുപാട് സംഗതികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് ഒരുപാട് മൂലയും ഒരുപാട് അറ്റവും ഉണ്ടാവും. എന്താ മനസ്സിലാക്കേണ്ടത്? പള്ളിയിലേക്ക് പോകാൻ പോലും എന്ത് വേണം? സമ്മതം വേണം. അപ്പം പിന്നെ വേറൊരിടത്തേക്ക് പോകാൻ സമ്മതം വേണമെന്നുള്ളത്. പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് നടക്കുന്ന സ്ഥലം. ആ പള്ളിയിലേക്ക് സ്ത്രീക്ക് പോകണമെങ്കിൽ ആരുടെ അനുവാദം വേണം? പുരുഷന്റെ അനുവാദം വേണം. എങ്കിൽ അങ്ങനെയാണ് കാര്യമെങ്കിൽ എവിടെ പോകാനും എന്ത് വേണം? അനുവാദമാണ്. അതെന്തിനാ? അതാണ് സെക്യൂരിറ്റി. ഇസ്ലാമിന്റെ സെക്യൂരിറ്റി അതാ. ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ പുരുഷന്മാര് സ്ത്രീകളെ അടക്കി ഭരിക്കേണ്ടവനാണ് എന്നല്ല. ഈ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആർക്ക് നൽകണം? സ്ത്രീക്ക് നൽകാൻ പുരുഷന് സാധിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം. സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല, ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് നോക്കരുത് എന്നാണ് നബിയുടെ വാചകം. ലാ തസൂമു ഇംറഅത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹാ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ നോമ്പ് നോക്കാൻ പാടില്ല. സുന്നത്ത് നോമ്പാട്ടോ, ഫർളല്ല. സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല. ഉംറയും ഹജ്ജും പാടില്ല. സുന്നത്തായ ഹജ്ജും ഉംറയും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പാടില്ല. നിർബന്ധമായ ഹജ്ജും ഉംറയും ഭർത്താവിന്റെ അനുവാദമില്ലാതെയും ചെയ്യാം. പക്ഷെ മഹ്റം വേണം, കൂടെ യാത്ര ചെയ്യാൻ വിവാഹം നിഷിദ്ധമായ ആരെങ്കിലും വേണം, ഉണ്ടെങ്കിൽ പറ്റും. ഞാൻ ആ വിഷയം അങ്ങനെ പറയണത് എന്തിനാന്ന് വെച്ചാൽ അത് ശരിക്കും കണ്ട് മനസ്സിലാകാൻ. ഇങ്ങനെ ഇതാണ് ഭർത്താവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം. ഇനി വളരെ ഗൗരവമുള്ള ഒരു വിഷയം പറയേണ്ടത് എന്താ അറിയോ? ഇത് വല്ലാത്തൊരു ഗൗരവമുള്ള സംഗതി പറയാണ്. എന്താ വെച്ചാൽ ഈ പുരുഷന്മാർ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തമാണ്, ഒരിക്കലും ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയെ സൗന്ദര്യാസ്വാദനത്തിന് വേണ്ടി നോക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയാം. തിരിച്ചും പാടില്ല. അത് അതിനൊക്കെ നബി പറഞ്ഞു. സിന, കണ്ണിന് സിനയുണ്ട്, സിനാഹ അന്നളർ. ചെവിക്ക് സിനയുണ്ട്, സിനാഹ അസ്സം, കേൾക്കൽ. അതാണ് അതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതൊക്കെ കേട്ടാൽ അതെന്തായി? വ്യഭിചാരമായി. കാണൽ എന്താണ്? വ്യഭിചാരമാണ്. ഓരോ അവയവങ്ങൾക്കും എന്തുണ്ട്? വ്യഭിചാരമുണ്ട്. പക്ഷെ വല്ലാത്ത സങ്കടമാണ് ഇന്നത്തെ കഥ. ഇന്ന് മുസ്ലിം ഈ വീക്ഷണത്തിൽ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരൊക്കെ എന്താണ്? വ്യഭിചരിക്കുകയാണ്. ആരാണ് കുറ്റക്കാർ? ശരിയാണ്, താത്തണം. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയണം നബിയെ, അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കട്ടെ. പക്ഷെ കണ്ണ് താഴ്ത്താൻ കഴിയുമോ? ഈ പോക്ക് പോയാൽ കണ്ണ് താഴുമോ? രണ്ട് കാരണം. ഒന്ന്, എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു പുരുഷൻ തൻ്റെ മകളുടെ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ തൻ്റെ സഹോദരിയുടെ സൗന്ദര്യപ്രകടനം കാരണമായി ഏതെങ്കിലും ഒരു പുരുഷൻ അവളിലേക്ക് നോക്കിയാൽ ഈ പുരുഷൻ മാത്രമാകുന്നു കുറ്റക്കാരൻ എന്ന് ഒരു രക്ഷിതാവും കരുതണ്ട. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അങ്ങനെ ആരും കരുതണ്ട. മനസ്സിലായില്ലേ? എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായിട്ടാണ് മൂപ്പത്തിയാർ ഇറങ്ങുക. മനസ്സിലായില്ലേ? എങ്ങോട്ട് ഇറങ്ങുക? പുറത്തേക്ക് ഇറങ്ങുക, അല്ലേ? അപ്പോൾ ഏതാണും എന്താവും? നോക്കിപ്പോവും. അങ്ങനെയാണ് പടച്ചോൻ ഈ ആണിനെ സൃഷ്ടിച്ച്. നിവൃത്തിയില്ല. ആ ഒരു ആകർഷണ വലയത്തിലാണ് അള്ളാഹു ഈ പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നോക്കിപ്പോവും. അപ്പൊ സഹോദരി മനസ്സിലാക്കണം, രക്ഷിതാക്കൾ മനസ്സിലാക്കണം, സുപ്രധാനമായ ബാധ്യത. പുരുഷനേക്കാൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കമന്റ് അടിക്കുന്നുവെങ്കിൽ, കണ്ണടിക്കുന്നുവെങ്കിൽ, അങ്ങോട്ട് നോക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സ്ത്രീക്കുണ്ട്. ഇനി ഇപ്പം വല്ലാതെ ഒരു കംപ്ലൈൻ്റ് ഉള്ള വിഷയം എന്താ പറയുക? പ്രത്യേകിച്ച് നമ്മൾ ഈ ദുബായ് മാതിരിയുള്ള സ്ഥലം,
ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുള്ള സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്താ വെച്ചാൽ മാർക്കറ്റിങ്ങിൽ സ്ത്രീകളുണ്ടാവും. സ്വാഭാവികമായിട്ടും മൗലവി മൂപ്പര് വല്ലാണ്ട് നോക്കുകയാണ് എന്നാ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനൊരു താല്പര്യമല്ല. പിന്നെ പറഞ്ഞ് അവസാനം സംഗതി ഇങ്ങോട്ട് പറയണം എന്ത്, ഇങ്ങനെ മൂപ്പരെ കൂടെ മാർക്കറ്റിങ്ങിൽ ഇന്നൊരു ആളുണ്ട്, ഒരു ഞാൻ പറയണ്ടല്ലോ വിഷയം, ആർക്കും തോന്നരുതേ എന്നെക്കുറിച്ചാണ് പറയണത്. എന്താ പ്രശ്നം? പുരുഷന് കുറ്റമുണ്ട്, ഞാൻ കുറ്റമില്ല എന്ന് പറഞ്ഞു. അത് പുരുഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയും ഇവിടെ സ്ത്രീക്ക് അടിസ്ഥാനപരമായ കുറ്റമുണ്ട്. അതെന്താ അറിയോ? അതെന്താ? എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി നിർദ്ദേശിച്ച ഒരു സംഗതിയുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വരേണ്ടത് മുഴുവൻ സൗന്ദര്യവും പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കണം. അതാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ സൗന്ദര്യം, ഏതൊക്കെ രൂപത്തിൽ തൻ്റെ സൗന്ദര്യം ആ ഒരു പുരുഷനെ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കാനാവുമോ അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വരേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആലോചിച്ച് നോക്ക്. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പൗഡർ വേണം, കൺമഷി വേണം, മറ്റ് സാധനം വേണം, കോസ്മെറ്റിക്സ് വേണം, ക്രീം വേണം, ഒക്കെ വേണം അല്ലേ? എങ്ങനെ? പിന്നെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നല്ല തേച്ച് മിനിക്കുക, നല്ല ഡ്രസ്സ് വേണം. ഇതൊക്കെ ഇട്ട് എങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റുമെന്നാണ് ആര് ചോദിക്കണത്? നമ്മുടെ സഹോദരിമാർ ചോദിക്കണത്. തിരിച്ചു ചോദിക്കണം, തിരിച്ചാ വരേണ്ടത്. ഈ സംഗതി, ഈ പറഞ്ഞ എല്ലാം വേണ്ടത്, ഈ ഒരുക്കവും ഈ അടിച്ചു പൊളിക്കുന്ന രീതിയും ഒക്കെ വേണ്ടത് എവിടെയാ? വീടിനകത്താണ്, എവിടെയല്ല? പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഭയങ്കര ഉഷാറായിരിക്കും, അകത്തോ ഇങ്ങനെയും. സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോണ ഭർത്താവ് എന്താവും? ഇങ്ങനെയുള്ള ഒരുത്തിയെ നോക്കിപ്പോവും. ആരാണ് ഉത്തരവാദി? ഈ പുരുഷൻ മാത്രമാണോ? ഞാനൊരു പുരുഷപക്ഷ വായനയല്ല, ജീവിതത്തിന് വേണ്ടി, ജീവിതം ധന്യമാകാൻ ഒരുപാട് പ്രശ്നങ്ങളുടെയും ഒരുപാട് ആവലാതികളുടെയും അവസാന വാക്ക് എന്ന നിലക്കാണ് എൻ്റെ സഹോദരിമാരുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തുന്നത്. ഇവിടെ ദുബായിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന മാർക്കറ്റിങ്ങിലുള്ള ഒരു പുരുഷൻ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ കാണുന്നത് സർവവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഒരു നിറകുടമായാണെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് സാധിക്കണം അവരെ പിടിച്ചു വെക്കാൻ. എങ്ങനെ പിടിച്ചു വെക്കാൻ? അവരുടെ മനസ്സിനെ റാഞ്ചിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എങ്ങനെ? നിങ്ങളുടെ സൗന്ദര്യം ഈ പുരുഷൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രകടിപ്പിക്കണം. എൻ്റെ സഹോദരിമാർ അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യൂല. ഏറ്റവും ചീഞ്ഞ നാറിയ വേഷമിട്ടായിരിക്കും ഇവിടെ. എന്താ നീ കുളിക്കാത്തതെന്ന് വെച്ചാൽ, ഇല്ല കുറച്ചും കൂടി പാത്രം കഴുകാണ്ട് അതും കൂടി കഴുകി കഴിഞ്ഞിട്ട് കുളിക്കാന്ന്. അപ്പം 36 കഴുകി കഴിയുമ്പോഴേക്ക് ഇയാളെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, സ്വാഭാവിക, കാരണം ഉപരി ക്ഷീണിച്ചാകെ അവശനായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് കുറ്റം മുഴുവൻ ആർക്ക്? പുരുഷന്. അവൻ അവിടെ പോകുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, ഒരു സ്നേഹമില്ല, ഇങ്ങോട്ട് വരാൻ തന്നെ താല്പര്യമല്ല. ആരുണ്ടാക്കേണ്ടത് വരാൻ താല്പര്യം? അപ്പൊ സഹോദരിമാരെ, ഇതൊരു ഒരു 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 ഗൗരവമുള്ള വിഷയം എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ദീനാണ്. അതല്ലാതെ മറ്റേതെങ്കിലും ഒരു ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു തത്വം പ്രസംഗിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത് നമ്മുടെ വിശ്വാസമാണ്, ദീനാണ്. ആ ദീന് എന്ന നിലക്കാണ് നാം ഇതിനെ കാണേണ്ടത്. ആ ദീന് എന്ന നിലക്ക് നാം ഇതിനെ കാണണം. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ സഹോദരിമാരെ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതം സമ്പന്നമാകൂ, സമൃദ്ധിയുള്ളതാകൂ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഇഹപര ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. ഇനി വേറൊരു പ്രശ്നം, ഗൗരവമുള്ളൊരു പ്രശ്നം നമ്മുടെ സമുദായത്തിലുള്ളത് സ്ത്രീകളുടെ ആഭരണ വസ്ത്ര ഭ്രമമാണ്. ഞാൻ കുറേ കാലം ഇതൊക്കെ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം പറയണതിലൊരു കാര്യമുണ്ട്. ഏതായിരുന്നാലും അത് ശരിക്കും മനസ്സിലാക്കും വേണം. ആഭരണം എന്നുള്ളത് സ്ത്രീക്ക് അതിനോട് ഭ്രമം ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം സ്ത്രീനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? അദ്ദുനിയാ മതാ, ദുനിയാവ് വിഭവമാണ്, ചരക്കാണ്. വഖൈറു മതാഇ ദുനിയാ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് ഏതാ? അൽ മർഅതു, പെണ്ണാണ്. പെണ്ണ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. അടുത്ത വാചകം അസ്സാലിഹ, സാലിഹത്തായ പെണ്ണ് എന്നാ. എന്താ സാലിഹ എന്ന് പറഞ്ഞാൽ? എന്തിനും പറ്റണ പെണ്ണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല പെണ്ണ്, എൻ്റെ മനസ്സിനിഷ്ടം, ഭർത്താവിൻ്റെ മനസ്സിന് ഇഷ്ടമുണ്ടാക്കുന്ന, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണ്. അതാണെന്ത്? അൽ മർഅതു അസ്സാലിഹ. ഈ പെണ്ണ് ആരായിരിക്കണം? ഇവൾക്ക് ആഭരണമാകാം,
അവളുടെ സൗന്ദര്യം സംരക്ഷിക്കാനും സൗന്ദര്യം കാണിക്കാനും ഒക്കെ ആഭരണമാകാം, അവൾക്ക് വസ്ത്രമാകാം. പക്ഷെ ഇതൊന്നും എന്താകരുത്, ഇതൊന്നും ഒരു ഭ്രമത്തിലേക്ക് പോകരുത്. എല്ലാ വർഷവും ഇങ്ങനെ ആഭരണം മാറ്റുന്ന ആൾക്കാർ, ഒരു ചേഞ്ച്, എന്ത് മാറ്റം? എന്തിനതിങ്ങനെ എല്ലാ വർഷവും മാറ്റണേ? അങ്ങനെ നമ്മളതിനൊരു രീതി നിശ്ചയിക്കണം. ശരിയാണ്, നിങ്ങൾക്ക് കഴിവുണ്ടാവും, പൈസ, പക്ഷെ കഴിവും പൈസയും ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവം പറഞ്ഞ വാചകം കേൾക്കണോ? വൈലുൻ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ, വൈലുൻ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ. സ്ത്രീകൾക്ക് വൈലുൻ, വൈൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞ വൈലാണ്. രണ്ടർത്ഥമാണ് അതിനുള്ളത്. ഒന്നുകിൽ നാശം, അല്ലെങ്കിൽ വെയിൽ എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള ഒരു താഴ്വരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതിന്റെ കാരണം പറഞ്ഞത് മിനൽ അഹ്മറൈൻ, രണ്ട് ചുവന്ന വസ്തുക്കൾ. സ്ത്രീകൾ ഈ രണ്ട് ചുവന്ന വസ്തുക്കളോട് വല്ലാത്ത അറ്റാച്ച്മെന്റാ, അതുകൊണ്ട് അവർക്ക് നാശം. എന്താ? ഒന്ന് അദ്ദഹബു, സ്വർണം. പറയണ്ടല്ലോ അതിന്റെ വിഷയം അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത്, ഈ മുമ്പ് നമ്മളെ ഈ സ്ത്രീധനം ഇപ്പം എല്ലാവരും പറയാൻ തുടങ്ങിയല്ലോ, സ്ത്രീധനം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ, മനസ്സിലായില്ലേ? എന്തായിരുന്നാലും അതൊരു ശരിയല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു നല്ല സ്വഭാവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീധനം വർദ്ധിപ്പിക്കുന്നതും ഉണ്ടാക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് ആണ്. ഒരു രക്ഷിതാവ് അടുത്ത ദിവസം എന്നോട് പറഞ്ഞൊരു സംഗതി, കല്യാണം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവാണ്. ഈ രക്ഷിതാവ് പറയുന്നത് എന്താ വെച്ചാൽ, ഞാനിങ്ങനെ മോളോട് സംസാരിച്ച മോള് പറഞ്ഞു, ഒരു 500 പവനിലൊന്ന് കുറച്ച് എനിക്ക് വേണ്ടട്ടോ എന്ന്. അപ്പം ഈ പറഞ്ഞ രക്ഷിതാവ് ഒരു 500 കൊടുക്കാൻ കഴിവുള്ളവനാണ്, പക്ഷെ എന്നാലും മൂപ്പരൊന്ന് ഞെട്ടിയെന്നാണ് പറഞ്ഞു. ഇത്ര അവകാശബോധം ഉണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വൈലുൻ, വൈലുൻ ലിന്നിസാഇ മിനൽ അഹ്മറൈൻ. ഒന്ന് സ്വർണം. ഇനി രണ്ടാമത്തത് ഏതാ അറിയോ? വൽ മുഅസ്ഫർ, നമ്മളെ പട്ട് എന്ന് പറയുന്ന സാധനം. പട്ടിനോട് എല്ലാം കണ്ടില്ലേ? പട്ടുസാരി ഇല്ലെങ്കിൽ എന്താവില്ല, ജീവിതാവില്ല എന്നുള്ള വിചാരം. എന്നിട്ട് എത്രണ്ണാണ് അടുക്കി വെച്ചത് ഷെൽഫിലും മേശയിലും ഒക്കെ. ഗൗരവമുള്ള വിഷയമാണ് സഹോദരിമാരെ. ആകാം, നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്ക് വാങ്ങിപ്പിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നിങ്ങളുടെ പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ കഴിവിനപ്പുറമുള്ളതൊരിക്കലും നിങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ആവശ്യം ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. ഖുർആന്റെ വാചകം അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും. ഇസ്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു പുരുഷനോട്, പുരുഷാ, നീ താമസിക്കുന്നിടത്ത് നിന്റെ കഴിവനുസരിച്ച് അവളെ താമസിപ്പിക്കണം. നീ ധരിക്കുന്ന രൂപത്തിൽ നിന്റെ കഴിവനുസരിച്ച് അവളെ ധരിപ്പിക്കണം. നീ കഴിക്കുന്ന രൂപത്തിൽ നിന്റെ കഴിവനുസരിച്ച് അവളെ കഴിപ്പിക്കണം. അതാണ്. പിന്നെന്താ വെച്ചാൽ നമ്മളെ സമൂഹം അങ്ങനെ പോവും ചെയ്യരുതല്ലോ. സ്നേഹം എന്നൊക്കെ പറയുന്നത്, അപ്പുറത്തുള്ളവർക്ക് കണ്ടില്ല അത്ര പവനുണ്ടല്ലോ, ഇവൾക്ക് ഇന്നതുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ, അതിലാകരുതല്ലോ നമ്മുടെ സ്നേഹം. ഭൗതിക വസ്തുക്കളിലാകരുത് ഒരിക്കലും നമ്മുടെ സ്നേഹം. നമുക്ക് ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു തരം മാധ്യമ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ സഹോദരിമാർ, ഈ സ്ത്രീകൾ പൊതുവെ മനസ്സ് ദുർബലരാണ്. അത് പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അത് ഞാൻ പുരുഷന്മാരോട് പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. മനസ്സ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ചില വാക്കുകൾ പുരുഷന് താങ്ങാൻ കഴിയാത്തത് വന്നു എന്ന് വന്നേക്കാം. അപ്പോൾ പുരുഷൻ ക്ഷമിക്കണം, അത് നമുക്ക് അപ്പോൾ പറയാം. പക്ഷെ ആ വാക്ക് വരുന്നത് സ്ത്രീകൾ എന്താക്കണം, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇയ്യാകുന്ന വകുഫ്റുൽ മുൻഇമീൻ. പെണ്ണുങ്ങളെ നല്ലോണം കരുതിക്കോളി. മുൻഇമീങ്ങളുടെ കുഫ്ർ, മുൻഇമീങ്ങളോടുള്ള കുഫ്ർ. ആ വാക്ക് മനസ്സിലായില്ല സഹാബികൾക്ക്. സഹാബികൾ ചോദിച്ചു. അസ്മാ റളിയല്ലാഹു അൻഹയാണ്, സെയ്ദ് റളിയല്ലാഹു അൻഹ മകൾ അസ്മയുണ്ട്. അസ്മനോടാണ് നബി പറയുന്നത്. അപ്പോൾ അസ്മ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ കുഫ്റുൽ മുൻഇമീൻ. റസൂലേ, എനിക്ക് മനസ്സിലായില്ലല്ലോ. അത് കുഫ്റുൽ മുൻഇമീൻ എന്ന് പറഞ്ഞാൽ എന്താ? കുഫ്ർ എന്ന് പറഞ്ഞാൽ നന്ദികേട് എന്നാ ഉദ്ദേശിക്കുന്നത്. മുൻഇമീൻ എന്ന് പറഞ്ഞാലോ എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പം നബി ഒരു സംഭവം പറയാണ്. നബി പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരുപാട് കാലം കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിന്ന്, പെണ്ണ് ഭർത്താവിനെ കിട്ടാതെ അങ്ങനെ നിന്ന്, അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഒരു സുമ്മ യർസുഖുഹ അല്ലാഹു സൗജൻ, പിന്നെ അള്ളാഹു ആ പെണ്ണിന് ഒരു ഭർത്താവിനെ കൊടുത്തു. വയർസുഖുഹാ മിൻഹു വലദൻ, എന്നിട്ട് അവനിൽ നിന്ന് അവൾക്കൊരു കുട്ടിനെയും കൊടുത്തു. ഭർത്താവിനെ മാത്രമല്ല കുട്ടി ഉണ്ടായി. അതിൻ്റെ ശേഷം
ജീവിച്ചിങ്ങനെ പോരുന്ന സമയത്ത് നബിയുടെ ആ ഒരു അവസ്ഥ, നബീൻ്റെ ആ ജീവിതത്തിൻ്റെ ആ ഓരോ സ്റ്റേജ് നബി ഇങ്ങനെ പറയാം. ഭർത്താവിനെ കിട്ടാതെ കുറേ കാലം സങ്കടപ്പെട്ട് ഇങ്ങനെ നിന്ന്, അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭർത്താവിനെ കിട്ടി, സന്തോഷമായി, ജീവിതം അങ്ങനെ തുടങ്ങി. ഒരു കുട്ടി ഉണ്ടായ ശേഷം എന്തോ ഒരു കാര്യത്തിന് ഫതഗ്ളബുൽ ഗളബ, ഒരൊറ്റ ദേഷ്യം വീണു, ഭയങ്കര ദേഷ്യം. ഫതക്ഫുർ, ഭയങ്കര നന്ദി കേട് ഒരു വാചകം അവൾ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്, അങ്ങനെ തന്നെ നിങ്ങൾക്ക് യാതൊരു നന്മ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇത് സാധാരണ വന്നു പോകുന്ന ഒരു വാചകം എന്നതിനൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതെന്തിനാ പറഞ്ഞത് നോക്കി, ആ രംഗം, ആ സംഗതി, ആ സ്റ്റേജ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരുപാട് കാലം ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീ, എന്നിട്ട് പിന്നെ ഭർത്താവിനെ കിട്ടി, കുട്ടീനെയും കിട്ടി, ആ കഴിഞ്ഞ് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം, മുപ്പത്തിയാറ് ചോദിച്ചു, എന്തോന്ന് ഇയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞ വാചകമാണെന്ത്? ഹേയ്, നിങ്ങളടുത്ത് ഇതുവരെ ഒരു ഗുണവും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? കുഫ്റുൽ മുൻഇമീൻ, അനുഗ്രഹം ചെയ്തവരോടുള്ള നന്ദികേട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു വാചകം. മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഒരു മനുഷ്യൻ്റെ സംതൃപ്തി, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ സഹോദരിമാർ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു പോകരുത്. എനിക്ക് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. ആ ഒരവസ്ഥയിലാണ് മുസ്ലിമായ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു വാചകം നമ്മുടെ സഹോദരിമാരിൽ നിന്ന് വരാൻ പാടില്ല. അതേപോലെ പ്രധാനമാണ് ജീവിതത്തിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിലെ രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെ രഹസ്യങ്ങൾ. അത് ജീവിത രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും സെക്സ് മാത്രമല്ല, അതുമായി പെടുന്നു മാത്രം. അല്ലാത്തതുമായ കുടുംബ രഹസ്യങ്ങളുണ്ട്. നമ്മളെ വീടിൻ്റെ ആ ഒരു ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലാത്തൊരു വിഷയം പുറത്തുനിന്ന് ആര് കേൾക്കരുത്? ഭർത്താവും കേൾക്കരുത്. ഭാര്യനെക്കുറിച്ചുള്ളത് ഭർത്താവിനെക്കുറിച്ച് ഭാര്യയും കേൾക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം പറഞ്ഞ ഒരു സംഗതിയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അസാ റജുലുൻ യുഹദ്ദിസു ബിമാ യകൂനു വബൈന അഹ്ലിഹി, അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിലുള്ള ഒരു വിഷയം ഒരു പുരുഷൻ സംസാരിക്കുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ അവൻ്റെയും അവളുടെ ഭർത്താവിൻ്റെ ഇടയിലുള്ള വിഷയം സംസാരിക്കും എന്ന് വെക്കുക. നബി പറഞ്ഞു, ഫലാ തഫ്അലു, നിങ്ങളത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത് ഒരിക്കലും. എൻ്റെയും എൻ്റെ ഭാര്യൻ്റെ ഇടയിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ഗൗരവമാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകാം. പക്ഷേ ഈ പോകുന്ന സ്ഥലമൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച എല്ലാ സ്ഥലത്തും നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം നമുക്കൊരു അഭിമാനമുണ്ട്. നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കൗൺസിലിംഗ് നമുക്ക് വേണ്ട. അല്ലാത്ത സ്ഥലം തന്നെ ഉണ്ടാവുമല്ലോ അതിന്. ഫലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് നബി പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവർ ഫഇന്ന മിസ്ലു ദാലിക, അങ്ങനെ ചെയ്യുന്നവരുടെ ഉദാഹരണം മിസ്ല ശൈത്താൻ, ശൈത്താന്റെ ഉദാഹരണം പോലെയാണ്. ലഖിയ ശൈത്താനതൻ ഫീ ളഹ്രി തരീഖ്, ഒരു ആണ് ശൈത്താൻ ഒരു പെണ്ണ് ശൈത്താനിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. എന്നിട്ട് ഫഗശിയഹാ വന്നാസു യൻദുറൂൻ, ജനങ്ങൾ നോക്കി നിൽക്കെ അവർ തമ്മിൽ ആ വഴിയിൽ വെച്ച് വീഴ്ച നടത്തുന്നു, ലൈംഗിക വീഴ്ച നടത്തുന്നു. അതുപോലെയാണെന്ത് ഈ സംഭവം. അതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കൂ. എത്ര മോശമാണ് ആ പരിപാടി, അത്ര മോശമാണെന്ത് രഹസ്യം. എപ്പോഴും ഈ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത തകർക്കുന്ന ഒരു സംഗതി അതാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഇനി കുറച്ചും കൂടിയും ഒരു പുരോഗമനം വന്നു തുടങ്ങിയ ഒരു കാലമാണിപ്പം. അപ്പോൾ ചില പെൺകുട്ടികളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കല്യാണം കഴിച്ച് കുറച്ചങ്ങോട്ട് ജീവിച്ചു നോക്കുമ്പോൾ മൂപ്പത്തിയാരുടെ ടേസ്റ്റല്ല ഇവൻ്റെ ടേസ്റ്റല്ല അവൾ. സ്വാഭാവികമാണ്. കാരണം അള്ളാഹു അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചത്. ഓരോരുത്തരെ ഓരോ ടേസ്റ്റിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ പല ടേസ്റ്റ് ഉള്ളത് ഒന്നിക്കുമ്പോഴാണ് എന്താണ്? ജീവിതമാണ്. അതിനാണ് ജീവിതം എന്ന് പറഞ്ഞത്. അതാണ് അള്ളാഹുവിൻ്റെ വമിൻ ആയാതിഹി എന്ന് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടയാളം. എന്നിട്ട് ഈ ടേസ്റ്റ് ഇങ്ങനെ ശരിയാക്കാത്തതിൻ്റെ പേരിൽ എന്നാൽ ടേസ്റ്റ് കൂട്ടാൻ എന്താ വഴി എന്ന് അന്വേഷിക്കുന്നതിന് പകരം എനിക്ക് ഡൈവേഴ്സ് മതി. അപ്പോൾ ഉടനെ പറയണ വാചക, എനിക്ക് ഡൈവേഴ്സ് മതി. എവിടുന്ന് കിട്ടി ധൈര്യം പറയാൻ? എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൈവേഴ്സ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അപ്പോൾ ഉപ്പ എങ്ങാനും ഉപദേശിച്ചു നിൽക്കുക, ഉപ്പയും എങ്ങാനും ഉപദേശിച്ചു. കാരണം ഇവർക്കല്ലേ ഇതിൻ്റെ പ്രയാസം അറിയാം. എങ്ങാനും ഉപദേശിച്ചാൽ പറയും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, നിങ്ങൾ എന്നെ കൊണ്ട് കുടുങ്ങണ്ട.
രണ്ടാമതൊന്നും കൂടി പറഞ്ഞാലോ, എന്നാലേ ഞാൻ പിന്നെ ഇവർക്കാകെ ബേജാറായി. എന്നാലേ ഞാനെന്ന് പറഞ്ഞാൽ ബാക്കി പറയില്ല. പിന്നെ പേപ്പറും ടി വിയൊക്കെ നമ്മൾ സാധാരണ വായിക്കണവും കേൾക്കണവും ഒക്കെ ആണല്ലോ. ആകെ ബേജാറായി. ഇവിടെ ഗൗരവമുള്ളൊരു വിഷയം എൻ്റെ സഹോദരിമാരെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അയ്യുമംറഅത്തിൻ സഅലത് സൗജഹാ അത്വലാഖ്, ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഡൈവേഴ്സ് ചോദിച്ചാൽ മിൻ ഗൈരി ബഅസിൻ, ഒരു കാരണവുമില്ലാതെ. കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഡൈവേഴ്സിലേക്ക് ക്ഷണിക്കുന്ന, ത്വലാഖ് എന്ന് പറയുന്നതിലേക്ക് എത്തുന്ന കാരണങ്ങളുണ്ട്. ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളപ്പം പോടി എവിടെ നിന്ന് പറഞ്ഞ് പോകാനുള്ളതല്ല, ചൊല്ലാനുള്ളതല്ല. അതിന് കുറേ രൂപങ്ങളും സ്റ്റേജുകളുമുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ്, ത്വലാഖ് എന്ന ചിന്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അറിയാലോ നിങ്ങൾക്ക്. ആ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടേ എന്നിട്ട് ത്വലാഖിലെത്തിയാൽ പോലും പിന്നെ 3 ഘട്ടമുണ്ട്. ആ 3 ഘട്ടം കഴിഞ്ഞിട്ട് എന്തുള്ളൂ? പിരിഞ്ഞു പോലുള്ളൂ. ഇതാണ് ഇസ്ലാം. പെട്ടെന്ന് ഡൈവേഴ്സ് ചെയ്തു പറഞ്ഞാൽ അന്നഞ്ഞോ അല്ല, അതല്ല. അങ്ങനെ ഒരു സംഗതി പാടില്ല. ഇനി അങ്ങനെ വല്ലതും ചെയ്താൽ ഒരു കാരണവുമില്ലാതെ ഡൈവേഴ്സ് ചോദിക്കുക. എന്താ? ചെറിയ പ്രശ്നം, മൂപ്പര് നമ്മളായിട്ട് ഇങ്ങോട്ട്, അല്ലെങ്കിൽ അത് ശരിയില്ല, അയാളുടെ ആ സ്വഭാവം ശരിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവൾക്ക് നിഷിദ്ധമാണ്. സ്വർഗത്തേക്ക് കിടക്കൂല എന്ന് പറഞ്ഞേ അല്ല പറഞ്ഞേ, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ അടുത്ത് കൂടെ പോകാനും കൂടി അവൾക്ക് എന്തില്ല? അവകാശമുണ്ടാവില്ല. എന്താ? ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. എങ്ങനെ ഏത് സമയത്തും എന്തെങ്കിലും ഒന്നിങ്ങനെ മിണ്ടിയാലോ തെറിച്ചാലൊക്കെ ഞാൻ പോവും, ഞാൻ എൻ്റെ വീട്ടിൽ പോവും, മനസ്സിലായില്ലേ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ മാണിക്കേണ്ട ഒഴിവാക്കി കളീൻ, ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതൊന്നും നമ്മുടെ ജീവിതത്തിന് പാടില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങൾ, ഇതൊക്കെ പരീക്ഷണമായി കണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം ശ്രമിക്കേണ്ടത്. ആ ഒരവസ്ഥ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് പ്രത്യേകമായി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ലൈംഗിക ജീവിതം. ഈ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു രീതി, രൂപം, സ്വഭാവം, ചിന്ത വരച്ചു വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. പുരുഷനെ ലൈംഗികമായ പുരുഷൻ്റെ ആസക്തി അവസാനിപ്പിക്കാനും അതില്ലാതാക്കാനും അതിന് ശമനമുണ്ടാക്കാനും ഒക്കെയാണ് അള്ളാഹു സ്ത്രീകളെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെയും പുരുഷൻ്റെയും സൃഷ്ടിപ്പിൽ അതിനാവശ്യമായ സംവിധാനങ്ങളും രൂപങ്ങളുമൊക്കെ ശാരീരികമായും മാനസികമായും അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിന് വിരുദ്ധമായ ഒരു ചിന്ത ഒരിക്കലും സ്ത്രീയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു പുരുഷൻ തൻ്റെ ആവശ്യത്തിന് വിളിച്ചാൽ എനിക്കിപ്പോൾ ഒഴിവില്ല എന്ന് പറയാൻ, സൗകര്യമില്ല എന്ന് പറയാൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് പാടില്ലാത്തതാകുന്നു. കുറച്ചുകൂടി പച്ചയായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, പച്ചയായി പറയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പച്ചയായി തന്നെ പറയും, വളരെ പച്ചയായി പറയും. നബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മാമിൻ റജുലിൻ യദ്ഉ ഇംറാഅതുഹു ഇലാ ഫിറാഷിഹി, ഒരു പുരുഷൻ തൻ്റെ സ്ത്രീയെ, തൻ്റെ ഭാര്യയെ തൻ്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു, ഫതഅബാ അലൈഹി ഇല്ലാ കാനല്ലദീ ഫിസ് സമാഇ സാഖിതൻ അലൈഹാ ഹത്താ യർദാ അൻഹാ, എന്നിട്ട് അവൾ വിസമ്മതം കാണിച്ചാൽ, എനിക്ക് സമ്മതമല്ല, എനിക്ക് സൗകര്യമില്ല എന്ന രൂപത്തിൽ അവൾ പെരുമാറിയാൽ ആകാശത്തുള്ളവരുടെ കോപം അവൾക്ക് വരാതിരിക്കുകയില്ല. ഹത്താ യർദാ അൻഹാ, ഭർത്താവ് അവളെക്കുറിച്ച് തൃപ്തിപ്പെടുന്നത് വരെ. ഗൗരവമുള്ള വാചകമാണ്. ഒരുപാട് സംഗതികൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നബി. ഇദാ ദഅ അർ-റജുലു ഇംറാഅതഹു ഇലാ ഫിറാഷിഹി ഫഅബത് അൻ തജീഅ ഫബാത ഗൾബാൻ ലഅനതഹ അൽ-മലായിക ഹത്താ തുസ്ബിഹ, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിക്കുകയും തൻ്റെ ഇംഗിതത്തിന് ക്ഷണിച്ചിട്ട് അവൾ വരാതിരിക്കുകയും അങ്ങനെ രാത്രി അവൾ താമസിക്കുകയും ചെയ്താൽ ലഅനതഹൽ മലായിക ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. ഗൗരവമുള്ള വാചകമാണ്, ഗൗരവമുള്ള. എന്താ നിങ്ങൾക്ക് പുരുഷനോട് നബി നൽകിയ ഒരു ഉപദേശമുണ്ട്. അത് പുരുഷനെ പറ്റി പറയുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇവിടെ ഒരു സാന്ദർഭികമായി ഇത് പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മർഅത തഖ്ബലു ഫീ സൂറത്തി ശൈത്താൻ, സ്ത്രീ എന്നുള്ളതൊരു ശൈത്താൻ്റെ രൂപത്തിൽ സ്ത്രീ വരും. മനുഷ്യനെ
വഴിപഴപ്പിക്കാൻ. തദ്ബുറു ഫീ സൂറത്തി ശൈത്താൻ, ശൈത്താൻ്റെ രൂപത്തിൽ ഈ സ്ത്രീ പിന്നിലേക്ക് പോവുകയും ചെയ്യും, മുമ്പിലേക്ക് വരികയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ വിചാരത്തെയും വികാരത്തെയും ഒക്കെ ഇക്കിളിപ്പെടുത്താൻ വരും. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വാചകം, ഫഇദാ റഅ അഹദുക്കും ഇംറഅതൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്ത്രീയെ കണ്ടു എന്ന് വെക്കുക, ഫഅഅജബതുഹു, എന്നിട്ട് ആ സ്ത്രീയിൽ നിങ്ങൾക്ക് ആകർഷണീയത തോന്നിയാൽ, ഞാനതാ പറഞ്ഞ് ചില സംഗതിയൊക്കെ നബിയാണ് പച്ചയായി പറയല, കാരണം എന്നാലേ മനസ്സിലാവുള്ളൂ. പുരുഷനോടാ പറയണത്. ഒരു പെണ്ണ് നിങ്ങൾ കണ്ടു, എന്നിട്ട് ആകർഷണീയത തോന്നിയാൽ ഫല്യഅതി അഹ്ലഹു, അവൻ ഉടനെ തന്നെ അവൻ്റെ കുടുംബത്തെ സമീപിച്ചു കൊള്ളട്ടെ. ഫഇന്ന ദാലിക യർദു മാ ഫി നഫ്സിഹി, അത് മാത്രമേ അവൻ്റെ മനസ്സിലുള്ളതിനെ തടുത്തു നിർത്തുകയുള്ളൂ. ഗൗരവമുള്ളതാണ് വാചകം. എന്നുവെച്ചാൽ അത് പച്ചയാണ് ആ വിഷയം. അതുകൊണ്ട് സ്ത്രീകൾ ഈ രംഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ലൈംഗികമായ ജീവിതത്തിന് യഥാർത്ഥത്തിൽ സമാധാനവും ശാന്തിയുമുണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതം സമ്പന്നമാകൂ, ശാന്തിയുള്ളതാകൂ. ആ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഇതൊരു സുദീർഘമായ വിഷയമാണ്, പറഞ്ഞാൽ അവസാനിക്കാത്ത വിഷയം. സമയം വളരെ ദീർഘിച്ചു പോയി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണ്. ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്, സ്ത്രീ സമൂഹം മൊത്തത്തിൽ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എണ്ണിപ്പറഞ്ഞു തരാം. ഒരു സ്ത്രീ എന്ന നിലക്ക് നിങ്ങളുടെ ബാധ്യത, ഒന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഒന്ന് ഹുസ്നുൽ ഇസ്തിഖ്ബാൽ, പുരുഷനെ നല്ല നിലക്ക് സ്വീകരിക്കണം. വീട്ടിലേക്ക് കയറി വരുന്ന പുരുഷനെ നല്ല നിലക്ക് സ്വീകരിക്കണം. രണ്ട്, ഹിഫ്ളു ഗൈബത്തി സൗജ്, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ സംരക്ഷിക്കേണ്ടത് മുഴുവൻ അവൾ സംരക്ഷിക്കണം. മൂന്ന്, തജ്മീലു സൗത്ത് വ തർഖീഖിഹി, മനോഹരമായ രൂപത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും വേണം. ഇതൊരു വലിയ വിഷയമാണ്. മനോഹരമായ രൂപത്തിൽ, ഒരു മൃദുലമായ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞത് ഖുർആനിൽ പുരുഷനോട് സ്ത്രീകളോട് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ. അന്യപുരുഷന്മാരുമായി ഇടപഴകുമ്പോൾ നിങ്ങൾ ഒരു സോഫ്റ്റായി സംസാരിക്കരുത്. ഖുർആന്റെ പ്രയോഗ, ഫയത്മഉ ഫീ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. നിങ്ങൾ പെണ്ണുങ്ങളെ അന്യപുരുഷന്മാരോട് പെരുമാറുമ്പോൾ സോഫ്റ്റായി സംസാരിച്ചാൽ മനസ്സിൽ രോഗമുള്ള ആളുകൾക്ക് നിങ്ങളോടൊരു വാഞ്ച തോന്നും, ആഗ്രഹം തോന്നും. മനസ്സിലായി എനിക്ക് എന്താ പറഞ്ഞ്? സംസാരിക്കരുത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ ഖുർആനും ഹദീസിനൊക്കെ ഒരുപാട് ഭാഗമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്? എന്താ? പുരുഷൻ്റെ മനസ്സിൽ വിചാരവികാരങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീകളുടെ സോഫ്റ്റായ വർത്തമാനങ്ങൾക്ക് കഴിയും. അത് ശരിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സഹോദരന്. അത് ഞാനായി ആൾക്കാർ കാണൂല, ഞാൻ അങ്ങനെ ഒന്ന് ഒരു കൊഞ്ചലൊക്കെ നടത്തിയാൽ എന്നാണ്. അങ്ങനെ ആളുകൾ കാണുന്ന രൂപത്തിലല്ല, അല്ലാത്ത രൂപത്തിൽ തങ്ങളുടെ ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും കൂടുതൽ ആരോഗ്യവും ഭംഗിയും ഉണ്ടാകാൻ കിളിക്കൊഞ്ചലുകൾ ആവശ്യമുള്ളയിടത്ത് അത് വേണം എന്നതാണ് ഖുർആനിൻ്റെ പരാമർശം. അത് നമ്മൾ ശരിക്കും അങ്ങനെ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം അത്തസയ്യുനു വത്തതയ്യുബു, അഥവാ സ്ത്രീ സൗന്ദര്യമുള്ളവളാകണം. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അവൾ ഉപയോഗിക്കണം. ആ രൂപത്തിൽ അവൾ സൗന്ദര്യവും മോടിയുമുള്ളവളാകണം. എവിടെ? ഭർത്താവിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞല്ലോ എന്തിനാന്ന് പറഞ്ഞല്ലോ. ഭർത്താവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത സ്ത്രീക്കാണുള്ളത്. ഭർത്താവിൻ്റെ കണ്ണ് നരകത്തിലേക്ക് പോവുക, അങ്ങാടി കണ്ണിറങ്ങിയാൽ ആ പോകുന്ന അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ ഇത് വേണം. എന്നാൽ അഞ്ചാമത്തത് ഔഖാത്തു സീന. ശരിക്കും ഇസ്ലാമിൽ സമയം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സമയത്താണ് സ്ത്രീ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്, ഭംഗിയുള്ളവളാകേണ്ടത്. അത് നമ്മുടെ പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങാടിക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് എന്ത്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴാണ് എന്ത്. അല്ല, ഇസ്ലാം കൃത്യമായി സമയം പറഞ്ഞു കൊടുത്തു. ഒന്ന്, വഖ്തുർ റാഹ, വിശ്രമിക്കണ സമയത്ത്. പുരുഷൻ വിശ്രമിക്കുന്ന സമയം എപ്പോഴാണോ അത് നോക്കിയിട്ട്. രണ്ട്, ഖബുലൽ ഫജ്രി, സുബ്ഹിൻ്റെ മുമ്പുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായി ഭാര്യമാരെ കാണാറുണ്ടായിരുന്ന ഒരു സമയം ആണത്. സുബ്ഹിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട്. മൂന്ന്, ഇൻദൽ ലഹീറ, ഉച്ച സമയത്ത് വിശ്രമിക്കുമ്പോൾ, ഒരു വിശ്രമത്തിൻ്റെ സമയമാണ്. നാല്, ബഅദൽ ഇശാ, ഇശായുടെ ശേഷം. അഞ്ച്, ഇൻദൽ ഔദതി മിനസ് സഫർ, പുരുഷൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. ഈ 5 സമയങ്ങളിൽ സ്ത്രീ എന്താക്കണം? ഈ മോടിയുള്ള രൂപവും രീതിയും വസ്ത്രവും
വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കണം എന്നതാണ്. ഇത് നമ്മൾ എന്തിനാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തിനാണ് ഈ പുരുഷന്മാരുടെ സദസ്സ് ഇത് പറഞ്ഞത്. ഇത് നമ്മളൊരു ഉപദേശമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കുക വേണം ഈ വിഷയങ്ങളൊക്കെ. ജീവിതം അങ്ങനെയൊക്കെയാണ്. ഇനി അതേമാതിരി 5ാമത്തെ കാര്യം ഇജ്തിനാബു സീനത്തുൽ മുഹറമ. അള്ളാഹു ഹറാമാക്കിയ രൂപത്തിലുള്ള സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ അങ്ങാടി കൂടെ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോകുന്ന ഒരു ടീമുണ്ടല്ലോ, അത് നമുക്ക് പറ്റിയതല്ല. അതെന്തേ? അത് ശരിയല്ല, അത് ഹറാമാണ്. ആ പെണ്ണിന് എൻ്റെ പെണ്ണ് എൻ്റേതായിരിക്കണം, എൻ്റെ സ്വത്താണ്, അതിങ്ങനെ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി വിഭജിക്കാനുള്ളതല്ല എന്നൊരു ചിന്ത. 7ാമത്തെ വിഷയം താഅത്തു സൗജ്, ഭർത്താവിനെ അനുസരിക്കണം. അത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞല്ലോ എന്തുകൊണ്ടെന്നുള്ളത്. അനുസരണം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പേടിച്ചുകൊണ്ട, അവിടെ കത്തിയും വടിയും ഒന്നുമില്ല, അതൊരു പരസ്പര വിശ്വാസമാണ് അനുസരണം എന്ന് പറയുന്നത്. 8ാമത്തെ വിഷയം സ്ത്രീകൾ അർറിളാ ബിമാ ഖസമല്ലാഹ്, അള്ളാഹു തന്നതിനെ തൃപ്തിപ്പെടണം. ഇതെനിക്ക് അള്ളാഹ് നിശ്ചയിച്ചതാണ്, ഞാനത് തൃപ്തിപ്പെടണം എന്ന ഒരു ചിന്ത ഉണ്ടാകണം. അത് ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. 9ാമത്തേത് ഇഅദാദു ത്വആം വ ഇത്ഖാനിഹി, ഭക്ഷണം ഉണ്ടാക്കാൻ അത് വലിയൊരു വിഷയം തന്നെയാണ്. ഭക്ഷണം ഉണ്ടാക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, അതിന് പഠിക്കുക, അത് ചെയ്തു കൊടുക്കുക, ആ രൂപത്തിൽ നന്നായി ഒരു മനസ്സിലായില്ലേ, ആ ഒരു സംഗതി വേണം. ഈ ഒരു രൂപം, ഈ രൂപത്തിൽ. 10ാമത്തെ വിഷയം അൽ അഖ്ബാറു സാറ, പുരുഷൻ കയറി വരുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ന്യൂസാണ് ആദ്യം പറയാം. അങ്ങനെ വന്നുപോയി എന്നാ പറയാം. എന്തേ നീ അങ്ങനെ പറഞ്ഞ്, അങ്ങനെയല്ലല്ലോ പറയണ്ട് എന്ന് ചോദിച്ചാൽ അത് വന്നുപോയി, എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര, അതുകൊണ്ട് അല്ല, അത് മറച്ചു വെച്ചിട്ട് ഏറ്റവും സന്തോഷമുള്ള വാർത്ത ആദ്യം പറയണം. എന്നിട്ട് അവസാനം പറയാം. സഹാബി വനിതയുടെ കഥ നിങ്ങൾക്കറിയാലോ, കുട്ടി മരിച്ചു കിടക്കുക, എന്നിട്ട് പോലും എന്തായി ജീവിതവും അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് 36 വിവരം പറയുന്നത്. അതൊരു വലിയ മാതൃകയാണ് മുസ്ലിം പെണ്ണുങ്ങൾക്ക്. പക്ഷെ ഇതൊക്കെ കഥയായി അല്ലെങ്കിൽ വാലിലോ പ്രസംഗത്തിലോ ഒക്കെ പറഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ ജീവിതത്തിലേക്ക് വരാറില്ല. അപ്പോൾ ഇനി മുതൽ നമുക്കത് ജീവിതത്തിലേക്ക് വരണം. ഈ രൂപത്തിൽ ഈ ഒരു 10 കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ തീർച്ചയായും സഹോദരിമാരെ ജീവിതം സമൃദ്ധിയും സമ്പന്നതയും സ്നേഹവുമൊക്കെ ഉള്ളതാകും. അതിനുവേണ്ടി പരിശ്രമിക്കുക. ഞാൻ ആമുഖമായി പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഞാനീ പറഞ്ഞത് ഈ ഏതെങ്കിലും പെണ്ണുങ്ങളോടോ കുട്ടികളോടോ അല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം മകളോടാണ്, എൻ്റെ ഭാര്യയോടാണ്. ആ പറഞ്ഞതൊന്ന് പരസ്യമായി പറഞ്ഞു, അപ്പം നിങ്ങൾക്കും കൂടി കേൾക്കാൻ സാധിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉപകാരപ്പെടുന്ന നല്ല സഹോദരിമാരടങ്ങുന്ന ഒരു സമൂഹം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇതൊരു ഉപദേശമാണ് ഈ പറഞ്ഞത്. ഇത് എത്തിക്കുക, എത്താവുന്ന സ്ഥലത്തൊക്കെ എത്തിക്കുക. ഈ രൂപത്തിലുള്ളൊരു മാറ്റം നമുക്കുണ്ടാകണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ വർദ്ധിച്ചു വരുന്നു. ഈ രൂപത്തിലുള്ള ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മോചിതമാകാൻ ഈ രൂപത്തിലുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റമാണ് സമൂഹത്തിന് ആവശ്യം. അതുണ്ടാക്കാൻ എല്ലാവരും കക്ഷി ചേരുക. എനിക്ക് ബാധ്യതല്ല, എനിക്ക് മോളൊന്നുമില്ല, എനിക്ക് പെങ്ങളില്ല എന്നൊന്നും വിചാരിച്ച് ആരും നിൽക്കണ്ട. ഏതെങ്കിലും മോക്കോ പെങ്ങൾക്കോ ഒക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടേതായ ബാധ്യത സമൂഹത്തിൽ നാം നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നീണ്ടുപോയി, നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഈ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് നീണ്ടുപോയതാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഒരു ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇരുത്തവും കേൾവിയൊക്കെ അള്ളാഹു നമുക്ക് തീർച്ചയായും നമ്മുടെ ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നാഥ നീ ഹിദായത്ത് നൽകണമേ. ശാന്തിയും സമാധാനവുമുള്ള ജീവിതം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. നാഥ, നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന, നിൻ്റെ വാക്കുകൾ പാലിക്കുന്ന, നിൻ്റെ വിലക്കുകളെ ബഹുമാനിക്കുന്ന നല്ല മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണമേ നാഥ. കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല മക്കളെയും നല്ല ഇണകളെയുമാക്കി ഞങ്ങളുടെ മക്കളെയും ഇണകളെയും നീ മാറ്റിത്തരണമേ നാഥ. നാഥ, ഭർത്താവില്ലാത്ത ഞങ്ങളുടെ സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെയും ഭാര്യമാരില്ലാത്ത ഞങ്ങളുടെ സഹോദരന്മാർക്ക് നല്ല ഭാര്യമാരെയും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സന്താന സൗഭാഗ്യമില്ലാത്ത സഹോദരങ്ങൾക്ക് നാഥ നിൻ്റെ കൃപ കൊണ്ട് നല്ല ഉത്തമമായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعد علينا شهر رمضان. اللهم أعد علينا شهر رمضان
اللهم أعد علينا شهر رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.